പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം തരം ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച് നിർത്തിയതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. ഗാന്ധിജി കൈസേ ബനെ, ഗാന്ധിജി എങ്ങനെ ഗാന്ധിജിയായി എന്ന് പറയുന്ന സ്വയം പ്രകാശ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ലേഖകനാണ്. ഒരു ഹാസ്യ സാഹിത്യകാരൻ, വ്യംഗ്യ സാഹിത്യകാർ എന്ന് ഹിന്ദിയിൽ പറയും, സാഹിത്യകാരനും കൂടിയാണ് സ്വയം പ്രകാശ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗാന്ധിജിയുടെ വേഷവിധാനങ്ങൾ, വേഷത്തിലെ മാറ്റങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ബച്പൻ കി പഠായി കെ ബാരെ മേം ഇസ് 2 ഖണ്ഡോ മേം കഹാ ഗയാ ഹെ. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. കൈസെ എങ്ങനെ, ഐസെ ഇങ്ങനെ, ഇപ്രകാരം, കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പം, ജിനോനേം ജോ പ്ലസ് നെ ജിനോനേം, ജിസ്നെ എന്നും വരും. ഇതിപ്പോൾ ജിനോനെ എന്നുള്ളത് ബഹുമാനപൂർവ്വമാണ്, അതപ്പോൾ ബഹുവചന രൂപത്തിലാണ് ജോ പ്ലസ് നെ ജിനോനെ. എന്നാൽ ഏകവചനത്തിലായിരുന്നെങ്കിൽ ജോ പ്ലസ് നെ ജിസ്നെ എന്നാണ്. കുർത്ത പൈജാമ, കുർത്ത എന്ന് പറഞ്ഞാൽ ഷർട്ട്, കുറച്ച് നീണ്ട മുട്ടോളെത്തുന്ന ഷർട്ടിനെയാണ് കുർത്ത എന്ന് പറയുക. പാജാമ എന്ന് പറഞ്ഞാൽ പാൻറ്, നേരിയ തുണീനെ കൊണ്ട്, നമ്മളെ മുണ്ട് പോലത്തെ തുണീനെ കൊണ്ട് അടിക്കുന്ന. അപ്പോൾ നമ്മൾ പലപ്പോഴും നിങ്ങളെ വീട്ടിൽ കമ്പിളിയൊക്കെ വെക്കാൻ വേണ്ടി രാജസ്ഥാനിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അവരെ വേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വെളുത്ത തുണീനെ കൊണ്ടുള്ള പാൻറ്റും വെള്ള നീണ്ട മുട്ടിന് താഴെ എത്തുന്ന ഷർട്ടും. പഹൻ രക്കാഹെ, പഹന ഇടുക, ധരിക്കുക. ജിൻകെ ജോ പ്ലസ് കെ, ആരാണോ, പാവ് കാല്, ചപ്പൽ ചെരിപ്പ്, സർപ്പർ സർ എന്ന് പറഞ്ഞാൽ സിർ തല, തലയിൽ, ഖൂബ് സാരെ ബഹുത്തധിക് ധാരാളം, ബാൽ തലമുടി, ഉൻപർ വേ പ്ലസ് പർ ആണ് ഉൻപർ. അപ്പോൾ ഉൻപർ എന്നുള്ളതിലെ ബഹുവചന സർവനാമമാണ് വേ. വേ എന്നുള്ളത് ബഹുവചനാണ്. വഹ് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് വേ. ഗലേമേം, ഗല കഴുത്ത്, ഝോല ബാഗ്, സഞ്ചി. അപ്പോൾ ഈ സഞ്ചി എന്നുള്ളതിന് വേറെയും വാക്കുകളുണ്ട് അല്ലേ? തൈലി, തൈല തൈലി, ഝോല ഝോലി. ടാങ്ക് രഖ്ന തൂക്കിയിടുക, ജൈസെ പോലെ, വൈസെ അതും പോലെ തന്നെ. ജൈസെ വൈസെ എങ്ങനെയാണോ അതുപോലെ, ഏതുപോലെയാണോ അതുപോലെ, എങ്ങനെയാണോ അങ്ങനെ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഹമേശ എല്ലായ്പ്പോഴും, ധീരെ ധീരെ മെല്ലെ മെല്ലെ, ബനെ നിർമ്മിച്ച ഉണ്ടാക്കിയ, ബനന നിർമ്മിക്കുക ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ബച്പൻ കുട്ടിക്കാലം, ബച്ച കുട്ടി, ബച്ചാപ്പനാണ് ബച്പൻ കുട്ടിക്കാലം. അന്ധേര ഇരുട്ട്, ഇതിൻ്റെ എതിർപദം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഉജാല. അന്ധേര ഇരുട്ട്, ഉജാല പ്രകാശം. ഡർ ലഗ്താ ഹെ, ഡർന പേടിക്കുക. ഉൻഹേം വേ പ്ലസ് കോ ഉൻകോ ഉൻഹേം, നമ്മൾ പാടെടുക്കുമ്പോൾ പറഞ്ഞ അതാണ്. ഇതിലെ ഈ ഉൻഹേം എന്നുള്ളതിലെ സർവനാമാണ് വേ. ഭൂത് ഭൂതം, ശരിക്കും ഭൂത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് എന്നാണ് അർത്ഥം. കഴിഞ്ഞു പോയത്, കഴിഞ്ഞു പോയ കാലം അല്ലേ? നമ്മൾ പലപ്പോഴും ഭൂതം എന്നൊക്കെ പറയുന്നത് എന്താണ്? ആരെങ്കിലും മരിച്ചുപോയി, അവരെ കാലം കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതിന് ശേഷം നമ്മൾ അവരെ കണ്ടു, ഭൂതത്തെ കണ്ടു, പ്രേതത്തെ കണ്ടു എന്നെല്ലാം പറയുന്ന പോലെ. പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദിയിൽ ഇവിടെ ഭൂതം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിലും ഭൂതകാൽ എന്ന് നിങ്ങൾ പലപ്പോഴും മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലും ഉണ്ട്, ഭൂതകാലം, കഴിഞ്ഞു പോയ കാലം. പക്കഡ് ലേഖ പിടിക്കും, പകടന പിടിക്കുക. ഖുദ് സ്വയം. അംഗ്രേസ് ഹുക്കൂമത്ത്, ഹുക്കൂമത്ത് എന്ന് പറഞ്ഞാൽ ഭരണം, ശാസൻ. അംഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭരണം, ബ്രിട്ടീഷ് ഭരണം, വെള്ളക്കാരുടെ ഭരണം. അംഗ്രേസ് ബ്രിട്ടീഷ്, ഹുക്കൂമത്ത് ഭരണം, ശാസൻ. ശാസക് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. ഉൻസെ വേ പ്ലസ് സെ, മാനോം എന്ന് പറഞ്ഞാൽ പോലെ. ഭർത്തീകരായ ചേർത്തു, ഭർത്തീകരാന ചേർക്കുക. ഉൻകി ഉമ്ര അദ്ദേഹത്തിൻ്റെ വയസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഉമ്ര സ്ത്രീലിംഗ പദമായതുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ കി. ഉൻകി വേ പ്ലസ് കി, ഉമ്ര വയസ്സ്. ഇതിഹാസ് ചരിത്രം, ഭൂഗോൾ ഭൂമിശാസ്ത്രം, ഗണിത് കണക്ക്, അംഗ്രേസി ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷുകാരനെ അംഗ്രേസി എന്ന് പറയും, ഇംഗ്ലീഷ് ഭാഷയെ അംഗ്രേസി ഭാഷ എന്ന് പറയും. ഫീസ് തന്നെ. ആട്ട് ആനെ 50 പൈസ 50 പൈസ. പ്രതി മാഹ് ഹർ മഹീനെ മാസം തോറും, മാഹ് മഹീന മാസം, യാനി അതായത് 50 പൈസ 50 പൈസ, ഹർ മഹീനെ പ്രതി മാഹ്. 34 34, 32 32ാമത്തെ, സ്ഥാൻ പർ സ്ഥാനത്ത്, സീറോമില്ല 0 കിട്ടി. അപ്പോൾ 2 വിഷയങ്ങളിൽ അദ്ദേഹത്തിന് 0 അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഈ സർവനാമങ്ങൾ വരുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജിനോനേം ജോ പ്ലസ് നെ, ജിൻകെ ജോ പ്ലസ് കെ, ഉൻപർ വേ പ്ലസ് പർ, ഉൻകി ഉനേം വേ പ്ലസ് കോ, ഉൻസെ വേ പ്ലസ് സെ, ഉൻകി. അപ്പോൾ ഇതിലൊക്കെയുള്ള സർവനാമം നോക്കുക. ആദ്യത്തെ 2 ജോ ആണ് സർവനാമം, ജോ. ബാക്കിയുള്ളതിലൊക്കെ വേ ആണ് സർവനാമം. ഇനി ചോദ്യങ്ങൾ നോക്ക്.
ഗാന്ധി ജി കൈസെ ബനെ നാമക് പാഠ് കാ ലേഖ കോൻ ഹെ? ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ? ശ്രീ സ്വയം പ്രകാശ്. ഗാന്ധി ജി കൈസെ ബനെ നാമക് പാഠ് കി പ്രോക്തി കോൻ സി ഹെ? ഇതിൻ്റെ പ്രോക്തി വിധ ഏതാണ്? ഏത് രീതിയിലാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്? ലേഖ് അല്ലെ, ഒരു ലേഖനമായിട്ടാണ്. വിശ്വപ്രസിദ്ധ വൈജ്ഞാനിക് ശ്രീ ആൽബർട്ട് ഐൻസ്റ്റീൻ ने गांधी जी के बारे में क्या कहा था? ലോകപ്രശസ്തനായ വൈജ്ഞാനിക് ശാസ്ത്രജ്ഞൻ ശ്രീ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? നോക്കാം. आने वाली पीढ़ियाँ बड़ी कठिनाई से विश्वास करेगी कि इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവനോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അത്രമാത്രം പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം. മേരാ ജീവൻ ഹി മേരാ സന്ദേശ് ഹേ യഹ് കിസ്നെ കഹാ? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇതാരാ പറഞ്ഞത്? ഗാന്ധിജിയാണ് പറഞ്ഞത് അല്ലേ, മഹാത്മാഗാന്ധി. പഹലെ ഗാന്ധിജി കാ രൂപ് ഔർ വേഷഭൂഷ കൈസേ ഥേ? ആദ്യകാലത്ത് ഗാന്ധിജിയുടെ രൂപവും വേഷഭൂഷകളും എങ്ങനെയായിരുന്നു? പഹലെ ഗാന്ധിജി കുർത്ത പാജാമ പഹൻതേ थे, उनके पाँव में चप्पल थे, उनके सिर पर खूब सारे बाल थे. उस समय वे गांधी टोपी पहनते थे, वे गले में चोला टांग रखे थे. ഇനി हमारे मन के गांधी जी का रूप कैसा है? നമ്മളെ മനസ്സിലുള്ള ഗാന്ധിജിയുടെ രൂപം എന്താണ്? हमारे मन में सिर पर बिना बाल के, आंखों में ऐनक पहनते हुए, केवल एक धोती पहनते हुए और बिना चप्पल के चलने वाले गांधी जी का रूप है. അപ്പം നമ്മുടെ മനസ്സിൽ ഗാന്ധിജീൻ്റെ രൂപം എങ്ങനെയാണ്? അല്ലെ, മൊട്ടത്തലയും വട്ടക്കണ്ണടയും അല്ലേ, ഒറ്റ മുണ്ട് മാത്രം എടുത്ത് ചർക്കേൻ്റെ മുമ്പിലിരുന്ന് നൂല് നൂൽക്കുന്ന ഗാന്ധിജിയുടെ രൂപമാണ് നമ്മൾ കാണുക, ഓർമ്മിക്കുക. പക്ഷേ ഒരു കാലത്ത് അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. ഇനി ഏക് വ്യക്തി കൈസെ മഹാൻ ബൻ ജാത്താ ഹെ? ഒരു വ്യക്തി മഹാനാവുന്നത് എങ്ങനെയാണ്? വേഷം കൊണ്ടാണോ? ഏക് വ്യക്തി അപ്പനെ അനുഭവം ഔർ അപ്പനെ കർമ്മോം സെ ധീരെ ധീരെ മഹാൻ ബൻ ജാത്താ ഹെ. വേ ധീരെ ധീരെ ഗാന്ധി ബനെ, ഇസ്കാ മത്ലബ് ക്യാ ഹെ? ഈ പാഠത്തിൽ ഉദ്ദേശിക്കുന്നത് ഗാന്ധിജി മെല്ലെ മെല്ലെ ഗാന്ധിജിയായി. എങ്ങനെയാണ്? अचानक एक दिन कोई भी महान नहीं बनते, अपने कर्मों और अनुभवों से ही एक व्यक्ति महान बनता है. इसी प्रकार गांधी जी के अलग सोच विचार और निस्वार्थ कर्मों के कारण ही वे धीरे धीरे गांधी जी बने. അപ്പോൾ ഈ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നന്നായി പഠിക്കണം, പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഗാന്ധിജി എങ്ങനെയാണ് മെല്ലെ മെല്ലെ ഗാന്ധിജിയായി തീർന്നത്? ഒരുപാട് അനുഭവങ്ങളിലൂടെ, ഒരുപാട് നല്ല കർമ്മങ്ങൾ, നിസ്വാർത്ഥ സേവനങ്ങളിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മാറുന്നത്, മഹാനായ ഒരു നേതാവായി മാറുന്നത്. ഒരു ദിവസം കൊണ്ട് ആരും നേതാവാകുന്നില്ല. हाईस्कूल की पहली परीक्षा में गांधी जी को 2 विषयों में 0 मिला था. इससे क्या संदेश मिलता है? ഹൈസ്കൂളിലെ 1ാം ക്ലാസ്സിൽ ഗാന്ധിജിക്ക് 2 വിഷയങ്ങളിൽ 0 മാർക്ക് കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ചോട്ടെ ചോട്ടെ പരാജയ് ജീവൻ കി സഫലത കെ ലിയെ ബാധ നഹീ ബൻത. ചെറിയ ചെറിയ പരാജയങ്ങൾ ജീവിത വിജയത്തിന് തടസ്സമാകുന്നില്ല. ജീവൻ മേം ആത്മവിശ്വാസ് കെ സാത്ത് ആകെ ബഡ്നാ ഹെ. നമ്മൾ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ, ഒരിക്കൽ നമ്മൾ തട്ടിത്തടഞ്ഞ് വീണു എന്ന് വിചാരിച്ചിട്ട് നിരാശരാവരുത് അല്ലേ, വീണ്ടും എഴുന്നേറ്റ് ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകണം. ബച്പൻ മേ ഗാന്ധിജി കിസ്കോ ഡർത്തെ ഥേ? അന്ധേരെ കോ ഡർത്തെ ഥേ? बचपन में गांधी जी अंधेरे को डरने का कारण क्या था? गांधी जी क्या सोचता था? गांधी जी को लगता था कि कोई भूत आकर उन्हें पकड़ लेगा, इसलिए अंधेरे को डरता था. बड़े होकर गांधी जी क्या बन गए? बचपन में अंधेरे को गांधी जी डरते थे लेकिन बड़े होकर वे खुद ऐसे हो गए कि अंग्रेज हुकूमत उनसे डरने लगी मानो वे कोई भूत हो. അപ്പോൾ ഗാന്ധിജിയെ ഒരു ഭൂതത്തെ പോലെ പേടിച്ചു. ആര്? ബ്രിട്ടീഷുകാർ. ഗാന്ധിജി ചെറുപ്പത്തിൽ ഭൂതത്തിനെ പേടിച്ചു. അദ്ദേഹം വളർന്ന് വലുതായി മഹാനായ നേതാവായി മാറിയപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു. कितने साल की उम्र में गांधी जी को काटियावाड़ हाई स्कूल में पहली कक्षा में भर्ती किया गया? കാട്ടിയാവാട് ഹൈസ്കൂളിലെ 1ാം ക്ലാസ്സിൽ അദ്ദേഹത്തെ എത്ര വയസ്സിലാണ് ചേർത്തത്? 11 साल की उम्र में അല്ലേ, 11 വയസ്സിൽ. അത്രയും കാലം അദ്ദേഹം വീട്ടിലിരുന്നാണ് പഠിച്ചത്. അധ്യാപകർ വീട്ടിൽ വരും പഠിപ്പിക്കുന്നവർ. കാട്ടിയാവാട് ഹൈസ്കൂൾ की पहली कक्षा में गांधी जी को क्या क्या विषय पढ़ाए जाते थे?
എന്തൊക്കെ വിഷയങ്ങളാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത്? ഇതിഹാസ്, ഭൂഗോൾ, ഗണിത് और अंग्रेजी। स्कूल की फीस हर महीने कितने पैसे दे? स्कूल की फीस दी हर महीने 8 आने 50 पैसे। हाई स्कूल की पहली परीक्षा में गांधी जी कौन से स्थान पर थे? എത്രാമത്തെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് ക്ലാസ്സിൽ? पहली कक्षा में 4 विषय पढ़ाते थे, इतिहास, भूगोल, गणित और अंग्रेजी। पहली परीक्षा में गांधी जी को 2 विषयों में 0 मिला। पहली कक्षा के 34 बच्चों में गांधी जी को 32वां स्थान मिला। गांधी जी की कक्षा में कितने विद्यार्थी थे? 34। कितने विषयों में गांधी जी को 0 मिला? 2 विषयों में। क्या एक व्यक्ति जन्म से महान बनता है? नहीं। एक व्यक्ति कैसे महान बनता है? एक व्यक्ति अपने अनुभवों, अपने अलग सोच विचार और निस्वार्थ कर्मों से महान बनता है। അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഓർമ്മിക്കുക. അനുഭവവും, അലഗ് സോച്ച് വിചാർ और നിസ്വാർത്ഥ കർമ്മ, നിസ്വാർത്ഥ സേവാ മനോഭാവ് അല്ലേ? ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി മഹാനായിത്തീരുന്നത്. बचपन में गांधी जी की पढ़ाई कैसी थी? क्या वे एक तेज छात्र थे? तेज छात्र ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നോ? बचपन में गांधी जी एक तेज छात्र नहीं थे, ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നില്ല. ഇനി റിക്തസ്ഥാൻ की पूर्ति करके लिखे लड़का अंधेरे से, അവിടെ എന്താ ചേർക്കേണ്ടത്? ഡർത്താ ഥാ എന്നാണോ ഡർത്തി ഥി എന്നാണോ? ലഡ്ക്കി അന്ധേരെ സേ ഡർത്താ ഥാ ഡർത്തി ഥി, ലഡ്കെ അന്ധേരെ സേ ഡർത്തി ധീം ഡർത്തേ ഥേ, ലഡ്ക്കിയാം അന്ധേരെ സേ ഡർത്തേ ഥേ ഡർത്തി ഥി. അപ്പോൾ ഇവിടെ നമുക്ക് ചേർക്കാൻ വേണ്ടി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലഡ്ക്ക എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചനമാണ്. അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് ലഡ്ക്ക അന്ധേരെ സേ ഡർത്താ ഥാ. അപ്പോൾ ഇതാണ് ഇവിടെ ചേർക്കേണ്ടത്. ലഡ്ക്ക അന്ധേരെ സേ ഡർത്താ ഥാ, ലഡ്ക്ക പുല്ലിംഗ ഏകവചനം. അപ്പോൾ ആ രൂപത്തിൽ തന്നെ ക്രിയ അവസാനിക്കണം. അടുത്തത് ലഡ്ക്കി അന്ധേരെ സേ, ലഡ്ക്കി എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഡർത്തി ധി, സ്ത്രീലിംഗ ഏകവചനം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ലഡ്ക്കി അന്ധേരെ സേ ഡർത്തി ധി, ലഡ്ക്കി സ്ത്രീലിംഗ ഏകവചനമായതുകൊണ്ട് ഡർത്തി ധി. അടുത്തത് ഇവിടെ നോക്ക്, ചോദ്യത്തിൽ നോക്കൂ. ലഡ്കെ അന്ധേരെ സേ, ലഡ്ക്ക എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ലഡ്കെ, പുല്ലിംഗ ബഹുവചനം. അപ്പോൾ പുല്ലിംഗ ബഹുവചന രൂപത്തിൽ തന്നെ ക്രിയ അവസാനിക്കണം. അപ്പോൾ ഡർത്തേ ധേ, ലഡ്കെ അന്ധേരെ സേ ഡർത്തേ ധേ. ഇനി അടുത്തത് ലഡ്കിയാം അന്ധേരെ സേ, ലഡ്കിയാം എന്നുള്ളത് സ്ത്രീലിംഗാണ്, ബഹുവചനവുമാണ്. ലഡ്ക്കി എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ലഡ്കിയാം, സ്ത്രീലിംഗ ബഹുവചനം. അപ്പോൾ ഡർത്തി ധീം. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതണം ആൻസർ. ലഡ്ക അന്ധേരെ സേ ഡർത്താ ഥാ. അപ്പോൾ നമ്മൾ എഴുതുന്ന ഉത്തരത്തിൻ്റെ അടിയിൽ വരിയിടുക. അപ്പോൾ നോക്ക്, ഞാൻ ഇവിടെ വരിയിട്ട് വെക്കുന്നുണ്ട്. ഡർത്താ ഥാ, ലഡ്ക്കി അന്ധേരെ സേ ഡർത്തി ഥി, ലഡ്കെ അന്ധേരെ സേ ഡർത്തേ ധേ, ലഡ്കിയാം അന്ധേരെ സേ ഡർത്തി ധീം. ധീം എന്നുള്ള ഇടയ്ക്ക് ഒരു കുത്തുണ്ട്. ഇനി താലിക കീ പൂർത്തി കർക്കെ ലിഖേം, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം. താലിക എന്ന് പറഞ്ഞാൽ പട്ടിക, പട്ടിക പൂരിപ്പിക്കുക. രാജീവ് ഹിന്ദി പഠിത്താ ഹേ, അപ്പോൾ രാജീവ് പുല്ലിംഗ ഏകവചനാണ്. ആ വാക്യം അവസാനിക്കുന്നത്, ക്രിയ അവസാനിക്കുന്നത് പഠിത്താ ഹേ. അപ്പോൾ രാധിക ഹിന്ദി ഇവിടെ എന്തായിരിക്കും? പഠിത്തി ഹേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിത്താ ഹേ എന്നുള്ളത് മാറ്റിയിട്ട് അല്ലേ, അതെന്താക്കി മാറ്റണം? പഠിത്തി ഹേ. അപ്പോൾ പഠിത്താന്ന് വരില്ല, രാധിക സ്ത്രീലിംഗ പദമായതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് പഠിത്തി. പിന്നെ ഏകവചനായതുകൊണ്ട് ഹേ എന്നുള്ളതിൽ മാറ്റമില്ല, ഹേ തന്നെയാണ്. പ്രദീപ് പാനി, അപ്പോൾ ഇവിടെ നോക്ക്, പ്രസീന പാനി പീ രഹി ഹേ, അപ്പോൾ ഇവിടെ പീ രഹാ ഹേ. രാഘവ് കവിത സുൻ രഹാദ, രേഷ്മ കവിത സുൻ രഹി ദി. ബച്ചേ റോട്ടി, ഇവിടെ എന്താണ്? ബച്ചിയാം റോട്ടി ഖാത്തി ദി, അപ്പോൾ ബച്ചേ റോട്ടി ഖാത്തേ ദേ. ലഡ്കെ ഗേന്ദ് ഖേൽത്തെ ഹൈം, ലഡ്കിയാം ഗേന്ദ് ഖേൽത്തി ഹൈം. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ ആ സമയത്ത് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി
ഗാന്ധിജിയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ ഇതിലെ ഉത്തരങ്ങൾ നിങ്ങളെ സഹായിക്കും ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഭാരത് के राष्ट्रपिता कौन है? महात्मा गांधी. इस पाठ में किस महान व्यक्ति के जीवन की महत्वपूर्ण घटनाओं के बारे में कहा गया है? हमारे राष्ट्रपिता महात्मा गांधी के जीवन की कुछ महत्वपूर्ण घटनाओं के बारे में कहा गया है. महात्मा गांधी का पूरा नाम क्या है? मोहनदास करमचंद गांधी. महात्मा गांधी का जन्म कब और कहाँ हुआ था? महात्मा गांधी का जन्म 2 अक्टूबर 1869 में गुजरात के पोरबंदर में हुआ था. പോർബന്ദർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ സ്ഥലത്തിൻ്റെ പേര് മാറി, ഗാന്ധി നഗർ എന്നായി മാറി. महात्मा के माता पिता कौन थे? पिता करमचंद गांधी और माता पुतली भाई. അപ്പോൾ നമ്മൾ നേരത്തെ കസ്തൂർബ ഗാന്ധി എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയുടെ ഭാര്യയാണ് കസ്തൂർബ ഗാന്ധി. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അദ്ദേഹം പോർബന്ദറിലെ ദിവാൻ മന്ത്രിയായിരുന്നു. അമ്മ പുത്തലിബായി. गांधी जी की प्राथमिक शिक्षा कहाँ हुई? गुजरात के काटियावाड़ हाई स्कूल में हुई. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. വീട്ടിൽ നിന്ന് ഈ പാഠം ഗാന്ധിജി കൈസേ ബനെ എന്നുള്ളത് നന്നായി വായിക്കുക.